കേരള കൾച്ചറൽ സൊസൈറ്റി മെട്രോപൊളിറ്റൻ വാഷിംഗ്ടൻ്റെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ ആരംഭിക്കുകയാണ്. So we'll start with the US national anthem. I would request all of you to rise up. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ നന്നായിരിക്കും. നാഷണൽ ആന്തം, US നാഷണൽ ആന്തം. താങ്ക് യു. Thank you. So I had a privilege to introduce a great leader here for a couple of times this year. നമ്മുടെ 2-3 പരിപാടികളിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവസരം കിട്ടിയതാണ്. നമ്മുടെ ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഒരു പ്രവാസി സംഘടനയുടെ നമ്മൾ അതിൻ്റെ ഒരു ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു പുരോഗതി എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ നമ്മളെല്ലാം വി ആർ ഡീലിംഗ് വിത്ത് എ ബിഗ് സൊസൈറ്റി വിത്ത് എ ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ്. നമ്മൾ കുറേ ഇൻഡിവിജ്വൽസ് ഉണ്ട്, ഈ നമ്മുടെ ഈ അസോസിയേഷനുമായിട്ട് സഹകരിക്കുന്ന പലരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഇൻട്രസ്റ്റൊക്കെ വളരെ വ്യത്യാസമുള്ളതായിരിക്കും. ചിലർക്ക് കലാപരമായിട്ടുള്ള കഴിവുകൾ ഉള്ളവരായിരിക്കും, ചിലർ സാംസ്കാരികമായ രംഗത്ത്, അല്ലെങ്കിൽ ചിലർക്ക് സ്പോർട്സിലായിരിക്കും താല്പര്യം, മറ്റ് ചിലർ പ്രസംഗം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ മാതാപിതാക്കൾ നമ്മുടെ കുട്ടികളെ മലയാള ഭാഷ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും. ഇങ്ങനെ പല രീതിയിൽ ഉള്ള ഒരു വലിയ ഒരു കമ്മ്യൂണിറ്റിയെ നമ്മൾ ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് എപ്പോഴും ശ്രമിക്കുന്നത്. അപ്പം കേരള കൾച്ചറൽ സൊസൈറ്റി കഴിഞ്ഞ പല വർഷങ്ങളായിട്ട് എല്ലാ വർഷവും ഇത് കൂടുതൽ നന്നായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഈ വർഷം നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഭാഗ്യം എന്ന് പറയട്ടെ, ഈ എല്ലാ വർഷവും മുന്നോട്ട് കുതിക്കുന്നതിനിടയിൽ ഈ വർഷം നമ്മൾ ഇംഗ്ലീഷിൽ പറയുമല്ലോ റേസിംഗ് ദി ബാർ എന്നുള്ള ഒരു കാര്യം. അപ്പോൾ ഈ വർഷം ഈ പെർഫോമൻസ് ലെവല് വളരെ ഉയരത്തിലേക്ക് നമുക്ക് ആക്കി തീർക്കാനായിട്ട് ഈ കമ്മിറ്റിക്ക്, ഈ വർഷം നടത്തിയ കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പുതിയതായിട്ട് വരുന്ന പ്രസിഡൻ്റായാലും അദ്ദേഹത്തിൻ്റെ ടീമാണെങ്കിലും ഒക്കെ ഒരു വലിയ എക്സ്പെക്റ്റേഷന് അല്ലെങ്കിൽ ഒരു ചലഞ്ച് കൊടുത്തുകൊണ്ടാണ് ഈ വർഷത്തെ പരിപാടികളൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും പറയും ഇതെല്ലാം ഒരു ടീം വർക്കാണ് എന്നൊക്കെ പറയുമെങ്കിൽ തന്നെ ഇതൊക്കെ ലീഡ് ചെയ്യാനായിട്ട് നല്ലൊരു ലീഡർ എപ്പോഴും ആവശ്യമാണ്. സോ ഫോർച്ചുനേറ്റ്ലി വി ഹാഡ് എ ഗ്രേറ്റ് leader this year to lead KCS MW to a new level. നമുക്കെല്ലാം പരിചിതനായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗത പ്രസംഗത്തിനായിട്ട് ക്ഷണിക്കുകയാണ്. കേരള കൾച്ചറൽ സൊസൈറ്റി ഓഫ് മെട്രോപൊളിറ്റൻ വാഷിംഗ്ടൺ 2024 പ്രസിഡന്റ് സുരേഷ് നായർ. Thanks, Sandeep, for that big introduction. I don't know I deserve it or not. So, എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് നവവത്സര ആശംസകൾ. വിഷ് യു ഓൾ എ വെരി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ. ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും 2024 KCS MW ജിംഗിൾ ബെൽസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം ഇന്ന് ഈ സൺഡേ ആണ്. അപ്പോൾ എന്നിട്ടും സമയമെടുത്ത് ഇന്ന് ഫുൾ ഡേ നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്ത എല്ലാവർക്കും, ഇത്
കമ്മിറ്റി മെമ്പേഴ്സ് മാത്രമല്ല, വോളണ്ടിയേഴ്സ് മാത്രമല്ല, പാർട്ടിസിപ്പൻസ്, പേരൻസ്, അപ്പോൾ എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഈ പറഞ്ഞ ടീമായാലും പാർട്ടിസിപ്പൻസ് ആയാലും എല്ലാവരും നല്ലൊരു പ്രോഗ്രാം ഇന്നിവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘമായിട്ടൊരു പ്രസംഗമൊന്നും ഇവിടെ ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു തവണ കൂടി എല്ലാവരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം നമുക്ക് പ്രോഗ്രാം എന്തായാലും അടിച്ചു പൊളിക്കാം അല്ലേ? ആയി. താങ്ക് യു ആൻഡ് വെൽക്കം വൺസ് അഗെയിൻ. താങ്ക് യു.